ഹായ് ഗൈസ്, ഇറ്റ്സ് മീ അനസ് കുർമത്ത്. എൻ്റെ ചാനൽ സ്ഥിരം കയറുന്നവരുണ്ടാകും. സോ ഇറ്റ്സ് മൈ 4th വീഡിയോ ഇൻ മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പെട്ടെന്ന് ലൈക്ക് ചെയ്തോ. നമുക്കിപ്പോൾ റീച്ചൊന്നുമില്ല. നിങ്ങൾ റീച്ചാക്കി തന്നാൽ നമുക്ക് റീച്ച് ഉണ്ടാവും. സോ ഇതിൻ്റെ ക്യാപ്ഷൻ കണ്ടിട്ട് വന്നവരായിരിക്കും നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വന്നതായിരിക്കില്ല. സോ എന്തായാലും നമ്മൾ വീഡിയോയിലോട്ട് കിടക്കാം. ടുഡേ ഡിസ്കസ് ചെയ്യുന്നത്, സോ നിങ്ങളുടെ വാപ്പാൻ്റെ അടുത്തോ നിങ്ങളുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ടോ ഷുവർ ഒരു 50 lakhs മുകളിൽ എടുക്കാൻ ഇപ്പോൾ ഉള്ളവരും ഈ വീഡിയോ കാണുന്നു. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് നടന്നാൻ പറ്റും. സോ ഇത് ആർക്കുള്ളതാന്ന് വെച്ചാൽ പൈസ കൊണ്ട് ബുദ്ധിമുട്ടാണ്, ആഗ്രഹങ്ങൾ തുമ്പത്താണ്. സോ നമുക്കതിലോട്ട് എത്താനുള്ള ഒരു മാർഗവും നമ്മളുടെ മുമ്പിലില്ല. സോ എന്തായാലും ഇതിന് വേണ്ടിയിട്ടൊരു നല്ല ഒരു ആൻസറായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കില്ല. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്കിതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് NDA, നാഷണൽ ഡിഫൻസ് അക്കാദമി എന്നാണ് NDAയുടെ ഫുൾ ഫോം. സോ എന്തായാലും NDA ഈസ് ബെസ്റ്റ് ചോയ്സ് ഫോർ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ചോയ്സാണ് NDA. സോ നിങ്ങൾക്ക് ഒരു കാര്യത്തോട് ഇതായിട്ട് താല്പര്യം ചെയ്യാൻ അത് ചെയ്യണം. സോ അതിന് നിങ്ങൾക്ക് പൈസയാണ് ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ബിഗ് സൊല്യൂഷനാണ് NDA, നാഷണൽ ഡിഫൻസ് അക്കാദമി. സോ നാഷണൽ ഡിഫൻസ് അക്കാദമി പറയുമ്പോൾ എല്ലാവർക്കും ഏറ്റവും വലിയ പേടി എന്താണെന്ന് വെച്ചാൽ ഈ ഡിഫൻസ് മേഖല നമ്മളുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ് എന്നുള്ളതാണ്. ഇറ്റ്സ് ഈവൻ എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. സോ ഈ NDAയിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമ്മളുടെ 1500 അഥവാ 1500 മണിക്കൂറാണ് ഉണ്ടാവുക. സോ ഇതിൽ 200 അഥവാ 200 മണിക്കൂർ നമ്മൾ ട്രെയിനിങ് ആയിട്ട് പോകും. ബാക്കി 1300 ആണ് നമ്മൾ ജോബായിട്ട് ചെയ്യുന്നത്. സോ ഈ ജോബ് ആകുമ്പോൾ നമ്മൾ ഒരു ആർമി മെയിനായിട്ടാണ് നമ്മൾ ഈ ജോബ് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല ഹയസ്റ്റ് സാലറിയാണ്. ബട്ട് 5 കൊല്ലം കൊണ്ടൊന്നും ഇതിൻ്റെ സീനിയർ ലെവലിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല വർക്ക് ചെയ്ത് ഒരു 10 കൊല്ലമൊക്കെ ആവുന്നത് ഇതിൻ്റെ, അഥവാ നമ്മൾ യുദ്ധത്തിനൊക്കെ പോയിട്ട് അടിച്ചമർത്തലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ ഒരു ഏറ്റവും ചുരുങ്ങിയതൊരു 10 വർഷത്തെ ഇതെങ്കിലും എക്സ്പീരിയൻസ് എങ്കിലും വേണ്ടി വരും. സോ എന്തായാലും നമുക്കിത് പഠിക്കാം. നമുക്ക് ഈ 5 കൊല്ലം അഥവാ 5 years ആണ് ഇതിൻ്റെ ഏറ്റവും 1500 മണിക്കൂർ ചെയ്യാൻ 5 years മതി. അത് എന്തായാലും 5 years കഴിയുമ്പോൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള എയർലൈൻസ്, എമിറേറ്റ്സ് ആരും എടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ ഡിഫൻസ് മേഖലയിൽ വെരി ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്, എല്ലാവരും പേടിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡിഫൻസിൻ്റെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ അത്ര ഹയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മളെ ആവശ്യം ഉണ്ടാകും. സോ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ചൂസിങ്ങാണ് NDA എന്ന് പറയുന്നത്. ഇവിടുത്തെ അപ്ലിക്കേഷൻ ഫോം അഥവാ നമ്മൾ ഇവിടുന്ന് ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതിൽ കയറാൻ വേണ്ടിയിട്ട് ആകെ 100 രൂപയാണ് ഇവിടുത്തെ എക്സാം ഫീസ് വരുന്നത്. ഈ 100 രൂപ എക്സാം ഫീസ് OBCക്കാണ്. NC അങ്ങനത്തെ ഒരു ടീമുണ്ടല്ലോ, അവർക്ക് ഇതിന് ഫീസ് തന്നെ ഇല്ല. ഗേൾസിനൊന്നും ഇതിന് ഫീസ് തന്നെ ഇല്ല. സോ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ NDA ഈസ് എ ബെസ്റ്റ് ചോയ്സ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഏവിയേഷൻ്റെ അതേമാതിരി എയർലൈൻസിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ സെറ്റ് നമ്മളുടെ ഓഫീസ്. ബാക്കിയുള്ളവരൊക്കെ ലാൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് എയർ കൺട്രോളർ അഥവാ എന്താണ് അതിൻ്റെ പേരും കിട്ടുന്നില്ല, വലിയ വട്ടത്തിലുള്ള സാധനത്തിൻ്റെ മേലെ ഇരിക്കുന്ന ആൾ, അതിൻ്റെ പേര് എനിക്ക് ഇപ്പം കിട്ടുന്നില്ല. സോ എന്തായാലും അവിടെ ഇരിക്കുന്ന ആൾ ഒരു ഭൂമിയോട് ടച്ച് ഉണ്ട്. നമ്മൾ അങ്ങനെയല്ല, നമ്മളുടെ ഓഫീസ് മൊത്തത്തിൽ എയറിലാണ്. നമുക്കിവിടെ ഭൂമിയിൽ നമ്മളുടെ വർക്കിംഗ് ഫുൾ എയർ ഹോസ്റ്റസ് ആണെങ്കിൽ എയർ ഹോസ്റ്റസിനെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ബാധിക്കും. അവർക്ക് പിന്നെ ഇത്രയും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ക്യാഷിൻ്റെ ഒന്നും ആവശ്യമില്ല പഠിക്കാൻ. പൈലറ്റുമാരാവാൻ ആഗ്രഹമുള്ളവർക്കാണ് ഏറ്റവും വലിയ ഇതൊക്കെ വരുന്നത്. ഡിസിഷന് ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി വരുന്നത് അവർക്കാണ്. ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളവർക്കാണ് തീരെ പൈസ ഇല്ലാത്തത് അവരായിരിക്കും. സോ എന്തായാലും പിന്നെ നമ്മളുടെ ബാക്കിയുള്ളവരുടെ പോലെ നമ്മൾ കെണികളിലൊന്നും പെടില്ല. കാരണം ഇത് നേരെ നമ്മളുടെ ഗവൺമെൻറ്റാണ് ചെയ്യുന്നത്. ഗവൺമെൻറ്റിനെ സംരക്ഷിക്കാനുള്ള ഒരു ടീമിനെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു കുറവും വരുത്തില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും നമ്മുടെ ആർമിയിലാണ്, നമ്മുടെ ഫിറ്റ്നസ്സിനൊന്നും കേട് വരില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എന്തുകൊണ്ടും വെരി സ്പെഷ്യലാക്കാൻ കഴിയുന്ന ഒന്നാണ് NDA ഫോർ പൈലറ്റ്സിന് ഇത് ബെസ്റ്റ് ഒരു മാർഗ്ഗമാണ്. സോ എന്തായാലും നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞവരാകും, SLC കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്തെടുക്കണം അവിടെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇപ്പോഴും ആഗ്രഹം അത് തന്നെ ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ഇത്
പൈസ എന്ന് പറയുന്നത് അഥവാ ഇതിൻ്റെ എക്സ്പെൻസ് ആലോചിച്ചിട്ട് ഇപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തവരൊക്കെ ഉണ്ട്. സോ ഇതൊന്നും എക്സ്പെൻസ് ഒന്നും എവിടെയും ഒരു പ്രശ്നമല്ല. യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, നമ്മളുടെ ഫീസ് എത്ര ആവും അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇതൊന്ന് നോക്കിയാൽ മതി, എന്തിനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ കാണും. സോ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. സോ നിങ്ങളുടെ ആഗ്രഹങ്ങളിലോട്ട് എത്താം. താങ്ക് യു. സോ ഗൈസ്, ഐ എം ജസ്റ്റ് എ റിവ്യൂ ഫോർ ദാറ്റ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയുന്നതിൻ്റെ ChatGPT, അതുപോലെ ജിമിനി, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. സോ ഒരു ഹ്യൂമൻ ബീന് പറയുമ്പോൾ ചിലപ്പം ഒരു ChatGPT പറയുന്ന അതിൽ ഫ്ലുവൻ്റായിട്ട് ചിലപ്പോൾ കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മളെക്കാട്ടിലും ഫ്ലുവൻ്റായിട്ട് അവർ പറയും. എങ്കിലും ഹ്യൂമൻ ബീൻ എന്ന് പറയുന്ന ആ ഒരു കോണ്ടാക്റ്റ് ചിലപ്പോൾ AI ഹ്യൂമൻ ബീന് കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എന്തായാലും നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടാകാം. ഞാൻ കുറേ എൻ്റെ ഐഡിയാസ് ചെറുപ്പം മുതലേ ഉള്ള ഒരു താല്പര്യമാണ് പൈലറ്റ് ആവണം. അതുകൊണ്ട് അന്ന് തൊട്ടേ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഏകദേശമൊക്കെ എനിക്ക് പിടുത്തം കിട്ടി. സോ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിങ്ങനെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു ഫോർ ഓൾ.